വമ്പൻ പടയൊരുക്കത്തിന് ഹൂത്തികൾ. വമ്പൻ പടയൊരുക്കമെന്ന് പറഞ്ഞാൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുകയല്ല, ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് ശൃംഖലകൾ, ചെങ്കടലിലൂടെ കടത്തിവിടുന്ന ഇൻ്റർനെറ്റ് ശൃംഖലകൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹൂതികൾ ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുക. അവർ ലോകശ്രദ്ധ ആകർഷിച്ചത് പ്രത്യേകമായ ഒരു രീതിയിലാണ്. ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അമേരിക്കയുടെയും നാറ്റോ ശക്തികളുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കപ്പലുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവർ അവരുടെ രീതിയിൽ തങ്ങളുടെ പോരാട്ടം തുടരുകയാണ്. അവരെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും സംയുക്ത വ്യോമ ആക്രമണം നടത്തി. അവരുടെ റഡാർ സിസ്റ്റം തകർത്തതായി അവർ അവകാശപ്പെട്ടു. അവരുടെ ആയുധപ്പുരകൾ തകർത്തതായി അവകാശപ്പെട്ടു. 30% ഹൂത്തികളെ കൊന്നതായി, തീർത്തതായി അവകാശപ്പെട്ടു. പക്ഷേ ഹൂത്തികളെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതൊരു വല്ലാത്തൊരു വാർത്തയാണ്. ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് ശൃംഖലകൾ കടന്നു പോകുന്നത് ചെങ്കടലിലൂടെയാണ്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇൻ്റർനെറ്റ് ശൃംഖലകൾ തകർത്തെറിയുമെന്നാണ് ഹൂതികൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇൻ്റർനെറ്റ് സംവിധാനം മുടങ്ങും. ചെങ്കടലിൽ ഹൂതികൾ കളിക്കുന്നത് ബുദ്ധിപൂർവമായ കളിയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ നിർത്തുന്നതുവരെ തങ്ങൾ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പറഞ്ഞിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് അന്തിമ പരിഹാരം കാണണം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണം. അതുവരെ ആക്രമണം തുടരും. ഇതാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. ആ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ഹൂത്തികൾ ഇതുവരെ തയ്യാറല്ല. പിന്മാറാൻ അവർക്ക് കഴിയത്തുമില്ല. കാരണം അവർ യോദ്ധാക്കളാണ്. യോദ്ധാക്കൾ പിന്മാറുക സ്വാഭാവികമല്ല. കാരണം അവർ ചാവേറുകളാണ്. ചാവേറുകൾ പിന്മാറുക സ്വാഭാവികമല്ല. ഒന്നുകിൽ വെട്ടിമരിക്കുക, അല്ലെങ്കിൽ കൊല്ലുക. ഇതാണ് ചാവേറുകളുടെ രീതി. ഒന്നുകിൽ സ്വയം എതിരാളികളുടെ വെട്ടേറ്റ് മരിക്കുക, അല്ലെങ്കിൽ എതിരാളികളെ കൊല്ലുക. ഇതാണ് ചാവേറുകളുടെ രീതി. ഹൂത്തികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അമേരിക്കയെ പോലുള്ള വൻശക്തിക്കെതിരെ ഹൂത്തികൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ അവരെ ചെറുതായി കണ്ടു കളഞ്ഞു അമേരിക്കയും ബ്രിട്ടനും. അവർ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു അമേരിക്കയും ബ്രിട്ടനും. പക്ഷേ ഇപ്പോൾ അവർ എന്തൊക്കെയോ ആണെന്ന്, എല്ലാമാണെന്ന് അമേരിക്കയും ബ്രിട്ടനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സൈനിക ശേഷിക്കപ്പുറമാണ് അവരുടെ പോരാട്ട വീര്യമെന്ന് അമേരിക്കയും ബ്രിട്ടനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് ശൃംഖല ചെങ്കടലിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഇൻ്റർനെറ്റ് ശൃംഖല തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ നിലയ്ക്കുന്ന ഒരു അവസ്ഥ വരും. ഇതാണ് ഹൂത്തികൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഹൂത്തികളുടെ തീരുമാനം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് അമേരിക്ക, അന്തം വിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. യുദ്ധം എന്ന് നിർത്തുന്നുവോ, നിങ്ങൾ വംശഹത്യ എന്ന് നിർത്തുന്നുവോ, ഞങ്ങൾ യുദ്ധം അന്ന് നിർത്തും. ഇതാണ് ഹൂത്തികളുടെ പ്രഖ്യാപനം.